നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേതാനുഭവ സംഭവ കഥയാണ്. എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. എങ്കിലും വാസ്തുവിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതുമൊക്കെ നിങ്ങൾ കേൾക്കണം. അതുപോലെ തന്നെ ഈ കൂടപത്രം, ശത്രുദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് പോകണമെന്നുള്ളതാണ്. ഇതൊക്കെ അറിവുകളാണ്. ശരിക്കും ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല. നമ്മുടെ ഋഷീശ്വരന്മാരും അതുപോലെ നമ്മുടെ മുതിർന്ന നമ്മുടെ പുരോഹിതന്മാരും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള, കണ്ടുപിടിച്ചിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രേതാനുഭവങ്ങൾ മാത്രമല്ല, എല്ലാ സംഭവങ്ങളും നിങ്ങൾ കാണണം. അപ്പോൾ ഇന്നത്തെ പ്രേതാനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഓൺലൈൻ വഴി അറിയാൻ ഉള്ള സംവിധാനമുണ്ട്. നേരിട്ടും വരാം. അതിന് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അതിനുള്ള ബാക്കി നിബന്ധനകളൊക്കെ പറഞ്ഞു തരും. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതാനുഭവങ്ങൾ. അപ്പോൾ പ്രേതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പേടിക്കാൻ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ അത് പേടിക്കേണ്ട കാര്യമില്ല എന്നേ പറയുള്ളൂ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഭയപ്പെടേണ്ടതും ദുഃഖിക്കേണ്ടതും നെഞ്ചിലിടിച്ച് കരയേണ്ടതുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ദിവസവും നമ്മൾ നേരിടുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നമ്മൾ വളരെ ലാഘവത്തോടു കൂടി സങ്കടം വന്നാലോ നെഞ്ചിലൊതുക്കി ഒക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിനാണ്? ആ ഒരു പ്രതിസന്ധി നേരിടാനായിട്ട്, അതൊന്ന് കടന്നു കിട്ടുവാനായിട്ട്. അല്ല നമ്മൾ നിലവിളിച്ചിട്ടോ ഭയം കുറച്ചിട്ടോ കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇതിനെ നമ്മൾ ഭയപ്പെടാതെ നേരിട്ടാൽ ഇതിനെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ തന്നെ ഇതിനെ നശിപ്പിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ പ്രേതാനുഭവം ആദ്യമേ പറയാം. ഇതും 2 എപ്പിസോഡായിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കാര്യം കുറച്ച് കൂടിയതാണ്, കുറച്ച് നീളം കൂടിയതാണ്. പക്ഷേ രണ്ടാമത്തെ എപ്പിസോഡ് വലിയ താമസമൊന്നും വരില്ല. കാര്യം ഞാനിതിപ്പോൾ ബാംഗ്ലൂർ ഇതേ കണക്കൊരു സംഭവത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് 2 എപ്പിസോഡും ചെയ്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പോകാം. 2 ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാലും രണ്ടും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച് പോസ്റ്റ് ചെയ്തിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും അവർ പറ്റിപ്പിൻ്റെ തട്ടിപ്പിൻ്റെ ആൾക്കാരാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ. പറ്റിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിരിക്കുന്ന കാശ് തട്ടിക്കൊണ്ട് പോകാനോ നമ്മുടെ വസ്തുവകകളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റെന്തെങ്കിലും ആദായം തട്ടിയെടുക്കൽ എന്നുള്ളതല്ല. തട്ടിപ്പെന്ന് പറഞ്ഞാൽ പറ്റിക്കും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന്, പക്ഷെ യഥാർത്ഥത്തിൽ അതായിരിക്കില്ല. ഏറ്റവും വലിയൊരു ഇതിൻ്റെ ഒരു പ്രതിസന്ധി അതാണ്. നമ്മളിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു പ്രേതത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലും അതായിരിക്കില്ല. അങ്ങനെയുള്ളൊരു വിഷയത്തിനെ കുറിച്ച് ഞാൻ പറയാം. ഒരു കുടുംബത്തിൽ നിന്നും കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് അവർ പറയുന്നത്, അവരുടെ കുടുംബത്തിലൊരു അംഗത്തിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അത് ഇവിടെ വെച്ച് അധികം പറയുന്നില്ല. നേരിട്ട് വീട്ടിലൊന്ന് വരണം. അവിടെ വന്നിരുന്നിട്ട് കാര്യങ്ങളത് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കേസുകൾക്ക് ഞാൻ നേരിട്ട് പോകാറുണ്ട്. ഈ പ്രേതാനുഭവങ്ങളെന്ന് പറയുമ്പോൾ മിക്കവാറും നേരിട്ട് പോയി അത് ആ വസിക്കുന്ന സ്ഥലമൊക്കെ നോക്കി കാണുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത്. രാശിയിൽ കൂടി പ്രേതത്തിൻ്റെ സാന്നിധ്യം ഉണ്ടോ ഇല്ലയോ, ഒരു ശരീരത്തിൽ പ്രേതം ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അത് കണ്ടുപിടിക്കാനായിട്ട്, ഇതേതാണ്, എന്താണ്, എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശരിക്കും ആ സ്ഥലത്ത് പോയി പരിശോധിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമാക്കും കാര്യങ്ങൾ. അപ്പം ഇവർ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ പോയാൽ മാത്രമേ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അടുത്തൊരു ദിവസം തീരുമാനിച്ചിട്ട് ഞാൻ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലുമോ എന്ന് ചോദിച്ച കാര്യം ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അവർ ഒരുപാട് ജ്യോതിഷികളെയും എന്നെപ്പോലുള്ള ഒരുപാട് പേര് അവർ കണ്ടിരിക്കുന്നു. അപ്പം അവരുടെ സംഭവം എന്തെന്ന് വെച്ചാൽ, അവരുടെ കുടുംബത്തിൽ അതായത് ആ വീട്ടിൽ താമസിക്കുന്ന അവരുടെ ഏറ്റവും അനിയനാണെന്ന് തോന്നുന്നു. അയാളൊരു കല്യാണം കഴിച്ചു. 2ാം കല്യാണമാണ്. ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. അതിൽ കുട്ടികളൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ഭാര്യയും ഇയാളും നമ്മൾ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പക്ഷെ ആ സ്ത്രീക്ക് എന്തോ അസുഖം വന്നവർ മരണപ്പെട്ടു പോയി. അതിനുശേഷം ഇദ്ദേഹം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എത്രയോ വർഷത്തിന് ശേഷമാണ് അദ്ദേഹം 2ാമത് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്. ആ സ്ത്രീക്കും അവരുടെയും 2ാമത്തെ കല്യാണമാണ്. അവരുടെ ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടു വെച്ചാൽ അയാൾ ആത്മഹത്യ ചെയ്താണ് ചെയ്തത്. രണ്ടുപേരുടെയും ആദ്യത്തെ ബന്ധത്തിലുള്ള ഭാര്യയും ഭർത്താവും ഇല്ല എന്നുള്ളതുകൊണ്ട് സ്വസ്ഥമാണല്ലോ. പിന്നെ ഒരു കേസോ വഴക്കോ കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് രണ്ടുപേരും തമ്മിൽ കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിച്ച്
കുറച്ച് നാൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക്, അപ്പോൾ ഇയാൾ നല്ല തടിമുടുക്കുള്ളൊരു മനുഷ്യനാണ്, ജോലിയെ കൊണ്ട് സാമ്പത്തികമുള്ള കുടുംബമാണ്, നല്ല പൊക്കവും തടിയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു, ആദ്യം അയാളുടെ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു. ഫോട്ടോയിൽ നല്ലൊരു ജിംനാസ്റ്റിക്, നല്ല ആങ്കും തടിയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. എന്നിട്ട് അകത്തു നിന്നും അയാൾ കിടപ്പാണ്. കൊണ്ടുവന്നപ്പോൾ ഒരസ്ഥി കൂട, ശരീരത്തിൽ മാംസം എന്ന് പറയാനായിട്ടില്ല, ആ അസ്ഥികൂടത്തിൽ തൊലികൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ. 2 കണ്ണ് മാത്രം മിനുമിനാ നിൽക്കുന്നു. വല്ലാത്തൊരു രൂപമാണത്. എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് ഇപ്പോൾ അവൻ്റെ അവസ്ഥ. ഇത് ഈ കല്യാണത്തിന് ശേഷം അവനുണ്ടായൊരവസ്ഥയാണ്. പെട്ടെന്നാണ് ഈ ശരീരത്തിൻ്റെ മാറ്റം വന്നത്. അവരാദ്യം ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർമാരെ നോക്കിയിട്ട് ഇതിങ്ങനെ പെട്ടെന്ന് ശരീരം മെലിയാനായിട്ട് പെട്ടെന്നൊരു രോഗമൊന്നും അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അവർ പറയുന്നു ഇതൊരു രോഗമൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല, എങ്കിലും കുറേ വൈറ്റമിൻ്റെ കുറവൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവർ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ ഇദ്ദേഹം ആരോഗ്യം നഷ്ടപ്പെട്ടു. ജോലിക്ക് പോകാൻ പറ്റുന്ന ലീവ് എടുത്തു, എണീറ്റ് നടക്കാൻ വയ്യ, എപ്പോഴും ഭാര്യ ആരെങ്കിലും പിടിച്ചു കൊണ്ട് നടക്കുന്ന അവസ്ഥ. അങ്ങ് ഐസ് ഉരുകും പോലെ ഇദ്ദേഹം ഉരുകിപ്പോയി. അങ്ങനെ ഡോക്ടർമാരുടെ അടുത്ത് പോയി ചികിത്സ ചെയ്തിട്ട് മാറ്റമില്ലാതെ വന്നപ്പോഴത്തേക്കാണ് ആരുടെയൊക്കെ ഉപദേശപ്രകാരം ഇവർ ആദ്യം ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ബാധാദോഷം, ഒരു പ്രേതത്തിൻ്റെ ശല്യം ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ജ്യോത്സ്യർ പറഞ്ഞു, ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ ആത്മാവാണ് മരിച്ചുപോയത്. അവരെന്തോ അസുഖം വന്നാണ് മരിച്ചത്. ഈ ഭർത്താവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇയാൾ മറ്റൊരു സ്ത്രീയോടൊപ്പം, കല്യാണം കഴിഞ്ഞ് മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിക്കുന്നത് കണ്ടിട്ടാണ് അവർ പ്രേതമായി വന്ന് ഇദ്ദേഹത്തിലേക്ക് വന്നിട്ട് ഇതുപോലെ അവശത ഉണ്ടാകുന്നത്. അതായത് ഇദ്ദേഹം നല്ലൊരു പുരുഷനായി ഇനി അങ്ങോട്ട് ജീവിക്കരുത്, അതുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ അദ്ദേഹത്തിനുണ്ടായത് എന്ന് ഈ ജ്യോത്സ്യൻ പറഞ്ഞു. അയാൾ എന്തൊക്കെ ചെറിയ വഴിപാടുമൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊന്നും ചെയ്തിട്ടൊരു മാറ്റമില്ല. അവർ വീണ്ടും പോയി ജ്യോത്സ്യൻ്റെ അടുത്ത്, വീണ്ടും പോറ്റുമാരുടെ അടുത്ത് പോയി. അപ്പോൾ പോകുമ്പോഴെല്ലാം ഈ ആദ്യത്തെ ചാർത്ത് അവർ മറ്റുള്ളവരെ കാണിക്കും. ഇങ്ങനെ പോയി പറഞ്ഞു. അവർ നോക്കുമ്പോഴത്തേക്കും ഇത് തന്നെയാണ്. അപ്പം ഉറപ്പിച്ചു, പ്രേതം എന്ന് പറഞ്ഞ് പ്രേതമാണ്, ആദ്യത്തെ ഭാര്യയുടേതാണ് എന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് ഇവർ അവസാനം കുറവില്ല, ഒരു രീതിയിലും കുറയാത്തത് കൊണ്ടാണ് അവസാനം എന്ന് പറയാൻ പറ്റില്ല. ഈ പല ജ്യോത്സ്യന്മാരെയും പൊറ്റുമാരെയും കാണുന്ന ആ ഒരു യാത്രയിൽ എന്നെയും കിട്ടി. ഞാനും അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോയാണ് പരിശോധിച്ചത്. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ചാർത്തുകളുണ്ട് അവരുടെ കയ്യിൽ. ചാർത്തെന്ന് പറയുമ്പം ജ്യോത്സ്യന്മാർ പൊറ്റുമാരൊക്കെ എഴുതി കൊടുക്കുന്നതാണ്, എന്താണ് കാരണമെന്നും ഇതെന്താണെന്നൊക്കെ എഴുതി കൊടുക്കുന്നതാണ് ചാർത്തെന്ന് പറയുന്നത്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചു നോക്കി. എല്ലാത്തിലും ഏകദേശം സമാനമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാത്തിലും ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇതൊരു പ്രേതബാധ തന്നെയാണ്. അങ്ങനെ അതൊക്കെ വെച്ച് നോക്കി, ആ രാശിയൊക്കെ അന്ന് ചെല്ലുമ്പോഴുള്ള രാശിയൊക്കെ വെച്ചിട്ടാണ് അവരിത് കണ്ടുപിടിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെ ഗ്രഹനിലയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്രഹനില നോക്കുമ്പോൾ ശരിക്കും ഈ ശരീരത്തിന് പ്രേതബാധ വരാനൊരു സാധ്യത പറയുന്നുണ്ട്. ചില ജാതകങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അവർക്ക് ഇനി പ്രേതത്തിൻ്റെ കൂടെ കിടന്നാൽ പോലും അവരിൽ പ്രേതം പിടിക്കില്ല. ചിലവരിൽ അങ്ങനെയല്ല, 1 മൈൽ അപ്പുറത്തൂടെ പോയാലും പെട്ടെന്ന് ഇവരിലേക്ക് ബാധിക്കും. അപ്പം അങ്ങനെ ഒരു ജാതകക്കാരനാണ്. അതുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥ പ്രേതമാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ അത് നമുക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത്. അപ്പം അതാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഞാനും വിചാരിച്ചു അത് തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ മറ്റ് കൂടുതൽ നോട്ടോ ചിന്തയുടെ കാര്യമില്ല, പ്രേതം പിടിച്ചു. അപ്പോൾ പ്രേതം ഏതാണെന്ന് വരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ ആത്മാവാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ശരി, അപ്പോൾ അതിനുള്ള എന്താണ് പരിഹാരം ചെയ്യാം. പക്ഷേ ഇദ്ദേഹത്തിന് ഇരുത്തി നമുക്കൊരു പരിഹാരവും ചെയ്യാൻ സാധിക്കില്ല. കാര്യം ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം അത്ര മോശമാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വല്ലതും വന്നു പോയാൽ പിന്നെ ഒരു നിമിഷം അദ്ദേഹം മുന്നോട്ട് പോകില്ല, ഒരു സംശയവും വേണ്ട. അത് അത്ര അവശതയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു അപകടത്തിലോട്ട് ചാടണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു. എന്തായാലും അദ്ദേഹത്തിന് ഇരുത്തി കർമ്മമൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള നോക്കി ജ്യോത്സ്യന്മാരും പോറ്റുമാരൊന്നും ഒരു വലിയ കർമ്മമൊന്നും ചെയ്തു ഇല്ല, ആരും ചെയ്തിട്ടില്ല. എല്ലാവരും ചെറിയ പണികളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കും തോന്നി അത് അവരൊക്കെ മനഃപൂർവ്വം ഒഴിഞ്ഞതാണ്, അവർക്ക് അറിയാത്തത് കൊണ്ടല്ല, അവർ മനഃപൂർവ്വം ഒഴിഞ്ഞു കളഞ്ഞതാണെന്ന് എനിക്കും മനസ്സിലായിട്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ഒഴിവാക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചിന്ത എന്നിലേക്ക് വന്നതാണ്. തൽക്കാലം നമുക്ക് ഇദ്ദേഹത്തിനൊരു വിലക്ക് കെട്ടി നിർത്താം. ഇദ്ദേഹത്തിലേക്ക് ഇത് വരാതെ
നമുക്ക് അതിനാണ് വിലക്കെന്ന് പറയുന്ന പല വിധത്തിൽ നമുക്ക് ചെയ്യാം. അതായത് കറുത്ത ചരട് തുടങ്ങി മറ്റൊരുപാട് രീതിയിൽ നമുക്ക് വിലക്ക് കെട്ടി നിർത്താം. വിലക്കെന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിലേക്ക് ഇത് വരില്ല. പക്ഷേ ആ വിലക്കിന് ഒരു പരിധിയുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു 21 ദിവസം, അതിനപ്പുറം ഇത് പിന്നെ നിൽക്കില്ല. അപ്പം ഞാൻ ആദ്യം വന്ന് ഇദ്ദേഹത്തിനൊരു വിലക്ക് കെട്ടിയതിന് ശേഷം, അപ്പോൾ ആദ്യം വന്നു ഇതൊക്കെ നോക്കി, പിന്നെ പോയി. അതിനുശേഷം ഞാൻ വിലക്ക് തയ്യാറാക്കി വീണ്ടും ഞാൻ ഇവിടെ തന്നെ വന്നു, ഇദ്ദേഹത്തിൽ കൊണ്ടുവന്നു, ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് അത് കെട്ടിക്കൊടുത്തു. ഞാൻ പറഞ്ഞു 21 ദിവസം നിങ്ങൾ നോക്കണം. 21 ദിവസം നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആരോഗ്യം തിരിച്ചു കിട്ടണം. ഇദ്ദേഹത്തിന് ആരോഗ്യമില്ലാത്തൊരു മനുഷ്യനെ ഇരുത്തി ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഇതെന്താണ് മനുഷ്യകുരുതിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സമ്പ്രദായങ്ങൾ, അതിൻ്റെയൊക്കെ ഞാൻ ചിലപ്പോൾ ജയിലിനകത്തായിപ്പോവും. അപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ ഈ ഒരു വിലക്ക് കെട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. വിലക്ക് കെട്ടിയതിന് ശേഷം അദ്ദേഹം അപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ ആ മരുന്ന് അദ്ദേഹത്തിന് കൊടുക്കുക, നല്ല രീതിയിൽ അദ്ദേഹം കഴിക്കുകയാണെങ്കിൽ ആഹാരം കൊടുക്കുക, എങ്ങനെയും കഴിപ്പിക്കണം. അങ്ങനെ ഇദ്ദേഹത്തിന് ആരോഗ്യമൊക്കെ വീണ്ടെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാം. എന്തായാലും ഇതിൻ്റെ ഒരു ശക്തി കുറയ്ക്കാനായിട്ടാണ് ഈ വിലക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. വീട്ടുകാരോട് ഞാൻ അതിൻ്റെ രൂക്ഷത പറഞ്ഞ് മനസ്സിലാക്കി. ഈ അവസ്ഥയിൽ കൊണ്ടിരുത്തിയാൽ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ടിരുത്തി നമുക്ക് പൂജ ചെയ്യണം. പൂജ ചെയ്യുമ്പോൾ ഈ ശരീരത്തെ വന്നുപോയാൽ എന്ത് ചെയ്യും? ഒരു 100 ഗ്രാം മാംസം പോലും ശരീരത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആരോഗ്യം അത്ര നഷ്ടപ്പെട്ടിരിക്കണം. ആ സമയത്തിന് ഒരു നല്ലൊരു ഇക്കളോ, അതായത് പ്രേതം വന്നിട്ട് ഇങ്ങനെ ശ്വാസമൊക്കെ പിടിച്ചിട്ടാണ് ഓരോ വിക്രിയകൾ കാണിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കാണിച്ച് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വന്നു പോയാൽ തീർന്നില്ലേ? മരണം ഉറപ്പാണ് അവിടെ. ഒന്നും ചെയ്യാൻ പറ്റും. അതുകൊണ്ടായിരിക്കാം മറ്റുള്ള പോറ്റിമാരും ജ്യോത്സ്യന്മാരൊക്കെ കളഞ്ഞാൽ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് അവരങ്ങ് വിട്ടു. അപ്പം ഞാൻ അത്രയും തയ്യാറായില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് വിലക്ക് കെട്ടി, ഞാൻ നേരത്തെ പറഞ്ഞു വിലക്ക് കെട്ടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ നമുക്ക് വീണ്ടെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാം. നമ്മൾ 2 or 3 വിലക്ക് കെട്ടണം. കാര്യം ഒരു വിലക്കിന് 21 ദിവസമേ അതിന് ശക്തി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും നശിച്ചു പോകും. അതിന് മുമ്പ് നമുക്ക് അടുത്തത് കെട്ടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ തിരിച്ചു പോയി. പിന്നെ എൻ്റെ പൂജാമുറിയിലൊക്കെ ക്ഷേത്രത്തിലൊക്കെ വെച്ചിട്ട് ഇദ്ദേഹത്തിന് നാളം പേരൊക്കെ വിലക്കൊക്കെ വെച്ചിട്ട് നേരെ കൊണ്ടുവന്ന് വിലക്ക് കെട്ടിയിട്ട് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ വിളിച്ചറിയിപ്പിക്കണം. അപ്പോൾ ഇത് വലിയ പഴക്കമൊന്നുമില്ലാത്ത കേസാണ് കേട്ടോ. അധികം നാളൊന്നും ആയിട്ടില്ല. 2008 2009 സംഭവിച്ച ഒരു കേസാണത്. അപ്പോൾ ഇത് വിലക്ക് കിട്ടിയതിന് ശേഷം വിളിച്ചു പറയാൻ പറഞ്ഞു. അപ്പോൾ ഇവർ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ വിളിച്ചു പറയും. ആദ്യത്തെ 3-1, അതായത് 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മാറ്റം വന്നു തുടങ്ങി. അധികം ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ ഒന്നും ശരീരത്തിൽ നിൽക്കില്ല. പക്ഷെ മരുന്നുണ്ട് കേട്ടോ. മരുന്ന് കൃത്യമായി കഴിക്കുന്നുണ്ട് ഇദ്ദേഹം. അപ്പം മരുന്ന് കഴിക്കുന്നു. പിന്നെ ആഹാരം കഴിച്ചാൽ ആഹാരം നിൽക്കുന്നുണ്ട്, അത് ഛർദ്ദിച്ച് പോകുന്നില്ല. മരുന്ന് കഴിച്ചു, അത് ശരീരത്തിൽ പിടിക്കുന്നുണ്ട്, ആഹാരം ശരീരത്തിൽ പിടിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ശരീരത്തിന് ആരോഗ്യമൊക്കെ വെച്ച് മാറ്റം വന്നു തുടങ്ങി. അതായത് ഒരു ഉണക്ക ചുള്ളി മഴയത്ത് വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കുതിർന്ന് വരുന്ന ഒരവസ്ഥയിലേക്ക് ഇദ്ദേഹം വന്നു. അപ്പം അവർക്കൊക്കെ ഒരു ആശ്വാസം. അപ്പം ഞാൻ പറഞ്ഞത് പേടിച്ചിട്ടല്ല, സത്യസന്ധമായ കാര്യമാണ്. ഇപ്പം പൂജ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി. അങ്ങനെ 19-20 ആയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ 2ാമത്തെ വിലക്ക് അവിടെ കൊണ്ടുവന്ന് ഇത് ഊരിയിട്ട് അടുത്ത വിലക്ക് കെട്ടി. അപ്പം ഞാൻ വിലക്ക് കെട്ടാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാകുന്ന കാഴ്ചയാണത്. ഞാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഈസി ചെയറിൽ അദ്ദേഹം ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ട് കിടക്കുന്നു. അവശനാണ് എങ്കിലും ആ പഴയ ഇതൊന്നുമില്ല. അത് ഈസി ചെയറിന് അദ്ദേഹം തന്നെ പിടിച്ച് എണീറ്റു എന്നുള്ളതാണ്. അപ്പം അതൊക്കെ ഒരു ശരീരം കണ്ടാലും ഒന്ന് ആയി വരുന്നു. ഭാര്യ കൂട്ടത്തിൽ നിന്ന് നന്നായിട്ട് പരിചരിക്കുന്നുണ്ട്, മറ്റു ബന്ധുക്കൾ. അപ്പം ചെന്നപ്പോൾ എല്ലാവർക്കും എൻ്റെ ഭയങ്കര കാര്യമായി. അപ്പം അവരുടെ ചോദ്യം, ഇനി ഈ വിലക്കൊണ്ട് തീരുമോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇതല്ല, ഒരു 3 വിലക്കെങ്കിലും നമുക്ക് കെട്ടാം. കെട്ടിയതിന് ശേഷം ഇത് പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കട്ടെ. എടുത്തിട്ട് നമുക്ക് ബാക്കി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഇതിനെ ഒഴിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതി. ശരിക്കും എനിക്ക് ഒരു പേടിയുണ്ട്. കാര്യം ഇത് വല്ലാത്തൊരു കേസാണ് കേട്ടോ. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ, ഒരു സ്ത്രീയുടെ പുരുഷൻ്റെ ശരീരത്തിൽ ഒരു പ്രേതം വന്നാൽ അവർ വിചാരിക്കുന്ന കാര്യമൊന്നുമല്ല അവിടെ നടക്കുന്നത്. അവർ മനസ്സുകൊണ്ടുപോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ ആത്മാവ് ചിന്തിക്കും പോലെയാണ് നടക്കുന്നത്. ഈ ആത്മാവിന് പെട്ടെന്ന് ഈ ശരീരത്തിനെ വലിച്ചു കയറണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ ചെയ്ത് കളയും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും നമ്മൾ ആൾക്കാരൊക്കെ നിർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആരോഗ്യമില്ലാത്തൊരു ശരീരത്ത് ഈ ഒരു ആത്മാവിൻ്റെ പ്രസൻസ് വന്ന് കയറിക്കഴിഞ്ഞാൽ വന്നിട്ട് ആദ്യം ഇങ്ങനെ ഒരു ശ്വാസം, ഒരു പിടി ഇങ്ങനെ പിടിക്കും. മിക്ക പ്രേതങ്ങളുടെയും ഈ ആത്മാക്കളുടെ വന്നു കഴിഞ്ഞ ഒരു ലക്ഷണം അത് ഇങ്ങനെ ശ്വാസം വലിച്ചങ്ങ് പിടിക്കും. അതിനുള്ള ആരോഗ്യം പോലും ഈ ശരീരത്തിനില്ല. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. 2ാമത്തെ വിലക്ക് കെട്ടി അതും ഏകദേശം പകുതിയോളം കഴിഞ്ഞു. 2ാമത്തെ വിലക്ക് കെട്ടിയിട്ട്
10 ദിവസം എന്താ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, തിരുമേനി ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ അദ്ദേഹത്തിന് വീണ്ടും ആവശ്യത. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ശരീരം ദിവസം പ്രതി നന്നായി വരുന്നുണ്ട്. പക്ഷേ ഈ അയൽവക്കത്തുള്ള എല്ലാവർക്കും ഒരു വിഷയം പറയാനുണ്ട്, താങ്കളോട് നേരിട്ട് പറയണം, അതൊന്ന് വരാം. അപ്പോൾ അവരാദ്യമേ ഇങ്ങനെയാണ്, എന്ത് കാര്യത്തിനും എന്നെ വിളിച്ചു വരുത്തി അങ്ങ് കൊണ്ടുപോകും. പക്ഷേ അതുകൊണ്ട് എനിക്കൊരു നഷ്ടവുമില്ല. സാമ്പത്തികമാണല്ലോ നമുക്ക് എല്ലാവർക്കും, ഇല്ല എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ കർമ്മങ്ങൾ പൂർണ്ണമായി ചെയ്തു കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ഉള്ളവരിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായ കാര്യം നമുക്ക് ജീവിക്കണം. എൻ്റെ കൂടെ ഒരുപാട് പേര് ഉണ്ട്, എല്ലാവർക്കും ജീവിത മാർഗവും കൂടിയാണല്ലോ ഇത്. നമ്മുടെ കർമ്മം മാത്രമല്ല, നമ്മുടെ തൊഴിൽ കൂടിയാണ്. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലാണ്, മെയിൻ റോഡൊന്നുമല്ല, ഒരു ഇട റോഡ്. അപ്പം ആ വരിയിൽ ഇങ്ങനെ ഒരുപാട് വീടുകൾ, എല്ലാം നല്ല വീടുകളാണ്. 2 നില വീടും ഒരു നല്ല വീടും ഒക്കെ ഉള്ള വീടുകളാണ് ഇങ്ങനെ. അപ്പോൾ ഇവരുടെ വീടിൻ്റെ അപ്പുറവും ഇപ്പുറവും 2 വീട്, പുറകിൽ 1 or 2 വീട്. ഈ വീട്ടിലെ ആൾക്കാരെല്ലാവരും ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ട്, ഈ വീട്ടിലിരിക്കുകയാണ്. ഞാൻ ചെന്നു. അപ്പം സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2ാമത്തെ വിളക്ക് കെട്ടിയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ശരീരം നന്നാകുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വീട്ടുകാരുടെ ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട്. രാത്രി ഒരു വെളുത്ത രൂപം ഈ വീടിൻ്റെ ചുറ്റിനും നടക്കുന്നു, ടെറസിൻ്റെ മുകളിലിരിക്കുന്നു. ഇവരുടെ 2 നില വീടാണ്. വീടിന് മുകളിലത്തെ സിറ്റ് ഔട്ടിൽ, താഴത്തെ സിറ്റ് ഔട്ടിൽ നിൽക്കുന്നു. ഇങ്ങനെ പല കാഴ്ചകളും. അതായത് ഇതാദ്യം കണ്ടത് ഇവരുടെ വീടിൻ്റെ ഒരു ഭാഗത്തിരിക്കുന്ന, സൈഡിലിരിക്കുന്ന ഒരു വീട്ടുകാരൻ രാത്രി എന്തോ ആവശ്യത്തിന് അടുക്കള വഴി പുറത്തിറങ്ങിയപ്പം ടെറസിൻ്റെ മുകളിൽ 2ാമത്തെ നിലയിലെ സിറ്റ് ഔട്ടിൽ ഒരു വെളുത്ത രൂപം നിൽക്കുന്നുണ്ട്. വെളുത്ത രൂപം നോക്കി ഇയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ അടുക്കള വാതിൽ നിന്നും, തൊട്ടടുത്ത വീട്ടിൽ അടുക്കള വാതിൽ നിന്നും പുറത്തിറങ്ങിയ ഇയാളെ തന്നെ ഇങ്ങനെ നോക്കി മുകളിലൊരു വെളുത്ത രൂപം നിൽക്കുന്നുണ്ട്. വെളുത്ത രൂപം എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് വസ്ത്രമൊന്നുമല്ല, മനുഷ്യനേ അല്ല, ഒറ്റ നോട്ടത്തെ മനസ്സിലായി, മനുഷ്യനേ അല്ല, മുഖമൊന്നും വ്യക്തമല്ല. പക്ഷെ ഇങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരു ഗ്ലോ പോലെയാണ്. പക്ഷേ ഗ്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അയാൾ പറയുന്നുണ്ട്, ഇങ്ങനെ പുക പോലെ 2 ഭാഗത്തുനിന്ന് ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട്. ഇയാളെ നോക്കിയിട്ട് അവിടെ നിന്നും നേരെ താഴേക്ക് ചാടി അയാൾ പറഞ്ഞ് മനുഷ്യനല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാര്യം, മനുഷ്യനാണെങ്കിൽ അവിടെ നിന്ന് ചാടുമ്പോൾ ഒരു സ്പീഡുണ്ട് തറയിലേക്ക് വരുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ചാടിയെങ്കിൽ പോലും ഇങ്ങനെ പഞ്ഞിക്കെട്ട് വരും പോലെ പറന്നാണ് ഇത് താഴേക്ക് വന്നതിന് ശേഷം ഇയാളെ കണ്ടില്ല. പിന്നീട് ആ പരിസരത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇത് കാണുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ഒരാളാണ് കണ്ടെങ്കിൽ, ഒരാൾക്ക് മാത്രമേ ഇത് ദൃശ്യമാകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അയാളുടെ മാത്രം തോന്നലോ അയാളുടെ എന്തെങ്കിലും മാനസിക പ്രശ്നമാണോ എന്ന് ചിന്തിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, ചുറ്റുപാടുമുള്ള എല്ലാ ആൾക്കാരും ഇത് കാണുന്നുണ്ട്. ഒരാളും ഇല്ലാതെ എല്ലാവരും കാണുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇതിൽ ആരെങ്കിലും കാണാതുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരും കാണുന്നത് ഇതേ രൂപം ഇത് തന്നെയാണ്. പക്ഷേ പല രീതിയിലാണ് കാണുന്നത്. ഇങ്ങനെ മുകളിൽ ഈ സൺസൈഡിൽ കൂടെ നടക്കുന്നതും അവിടെ നിന്ന് താഴേക്ക് ചാടുന്നതും, അതുപോലെ തന്നെയാണ് ഈ മുകളിൽ നിൽക്കുന്നതും, രാത്രി ഈ ഇവരുടെ വീടിൻ്റെ ചുറ്റിനും നടക്കുന്നതുമായിട്ടൊക്കെ കണ്ടാൽ പേടി തോന്നുന്ന ആ രൂപത്തിൽ എല്ലാവരും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പകല് ഇവർ പോയി കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം കൂടെ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയി കഴിയുമ്പോൾ ഈ വീടിനുള്ളിൽ ആരോ ഉണ്ട്. ഒരു ദിവസം ആദ്യം ഇത് അനുഭവപ്പെട്ടത്, ഇവരെല്ലാവരും കാറിൽ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അകത്ത് എന്തോ ഒരു വലിയ സാധനം വീണുടയുന്നൊരു ശബ്ദം. ആ ടിവിയോ മറ്റെന്തോ ഒരു ചില്ല് പാത്രങ്ങളോ വലിയ കണ്ണാടി എന്തോ ആണെന്ന് വിചാരിച്ചു. തിരിച്ചവർ വന്നുടനെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിനകത്ത് എന്തോ വീണ് ഉടഞ്ഞിട്ടുണ്ട്, ഭയങ്കര ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. അവരകത്ത് കയറി നോക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ വീട്ടുകാർ കേട്ടു അകത്ത് ഈ എന്തോ വീണുടയുന്ന. ഇത് പിന്നീട് അങ്ങനെ പല ആവർത്തി ആയി. പലരും കാണുന്നുണ്ട്, ചില്ലുടയുന്നതും കാര്യങ്ങളും ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്. ഇത് കാണുന്നില്ല, എല്ലാവരും കേൾക്കുന്നുണ്ട്. രാത്രി രൂപം നടക്കുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും, അപ്പം ഇത് ആണാണോ പെണ്ണാണോ എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഈ രൂപം. അപ്പം എല്ലാവരും പറഞ്ഞു, അയാളുടെ മരിച്ചുപോയ അയാളുടെ
ഭാര്യയാണ് ഈ വന്ന് നിൽക്കുന്നത്. അയാൾ ഇങ്ങനെ മറ്റൊരു സ്ത്രീയോടൊപ്പം ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്നത് അതിന് താങ്ങാൻ പറ്റുന്നില്ല. അവരത്ര സ്നേഹത്തിലായിരുന്നു. അസുഖം വന്ന് മരിച്ചു, അതുകൊണ്ടാണ് വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞങ്ങൾ ആരെയും ഇത് ഉപദ്രവിക്കാത്തത്. ആദ്യം ഒരാളെ മുഖത്ത് നോക്കിയിട്ട് താഴേക്ക് ചാടി എന്നൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങൾ ഉപദ്രവിക്കാൻ ഞങ്ങൾക്ക് അറിയാവുന്നുള്ള ഞങ്ങളുടെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞവരെല്ലാവരും പല രീതിയിലും ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എല്ലാവരിൽ നിന്നും ഒരു കാര്യം മനസ്സിലായത്, ഒരു വെളുത്ത രൂപം അതൊരാത്മാവാണെന്നും ആ ആത്മാവ് വീടിന് ചുറ്റിനും കറങ്ങി ചുറ്റിങ്ങനെ ആ വീടിനെ തന്നെ ലക്ഷ്യം വെച്ച് നടക്കുന്നെന്നും ഉള്ളിലേക്ക് കയറുന്നില്ല എന്നും, എന്നാൽ ഇവർ പുറത്തു പോയി കഴിയുമ്പോൾ ഉള്ളിൽ കയറിയിട്ട് എന്തൊക്കെയോ നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് അനുഭവത്തിൽ കാണാൻ പറ്റുന്നില്ല, പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല. പക്ഷേ അടുത്തുള്ളവർ കേൾക്കുന്നു. ഈ വീട്ടിലുള്ള ഒരാൾക്കും അങ്ങനെ ഒരു അനുഭവം ആരെയും കണ്ടിട്ടുമില്ല. ഇത് കണക്ക് രൂപം കണ്ടിട്ടില്ല, ഈ ശബ്ദം കേട്ടിട്ടുമില്ല, ഈ ഉടഞ്ഞു വീണു എന്ന് പറഞ്ഞ സാധനങ്ങൾ അവരാരും കണ്ടിട്ടുമില്ല. ഏറ്റവും അത്ഭുതം അവിടെയാണ് സംഭവിച്ചത്. എല്ലാവരും കൂടി ഇരുന്ന് മണിക്കൂറുകളോട് എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് ഈ സംഭവങ്ങൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഭ്രാന്തായി. കാര്യം ഇയാളുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇതെങ്ങനെയെങ്കിലും ഇതിനെ പിടിച്ചെടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അതിനുള്ള വഴികൾ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത വിധത്തിന് മറ്റൊരു ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോഴും നമ്മളൊരു ആശ്വാസം കണ്ടെത്തി. എല്ലാവരും തീരുമാനിച്ചൊരു തിരുമേനി വിലക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് അകത്ത് കയറാത്തതും ഞങ്ങൾക്ക് ആർക്കും അത് കാണാനോ കേൾക്കാനോ പറ്റാത്തതും അടുത്തുള്ളവരെല്ലാം ഇത് കാണുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായും അങ്ങോട്ട് വന്നിട്ടില്ല. ഒരു പ്രേതം ആവാഹനം നടത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നമ്മൾ വരുത്താൻ ശ്രമിക്കില്ല. പക്ഷെ അബദ്ധത്തിൽ നമ്മുടെ കയ്യിലും നിൽക്കില്ല. വന്നു പോയാൽ ഒരു പിടി പിടിച്ചാൽ തീരാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, നമുക്കൊന്നും ചെയ്യാൻ നിവർത്തിയില്ല, എന്തായാലും കുറച്ച് ദിവസം കൂടെ നിങ്ങളിത് സഹിക്കുക. എന്തെങ്കിലും ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഒരുവിധം ഭേദമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി ഇത് ഏതാണെങ്കിലും നമുക്കിതിന് പിടിച്ചു കെട്ടാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹത്തിന് അപ്പം ആ ഡോക്ടർ പറഞ്ഞു ആരോഗ്യം വീണ്ടെടുക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ മരുന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ഫുഡുകളും കാര്യങ്ങളും മാറ്റി കൊടുക്കും, അതെല്ലാം ഇദ്ദേഹം കഴിക്കുന്നുണ്ട്. മുമ്പ് ആഹാരം കഴിച്ച് ഛർദ്ദിക്കുമായിരുന്നു, ഇപ്പം ഒന്നുമില്ല, ഭേദമാകുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവോ സുഹൃത്തുമാണ് ഈ ഡോക്ടർ. അപ്പോൾ ഇവർ അടുത്ത പ്രാവശ്യം ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയം വീട്ടിൽ നടക്കുന്നുണ്ട്, ഒരാൾ വന്ന് നോക്കി ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഒരു വിശ്വാസിയാണ്. അപ്പോൾ ഡോക്ടർ എങ്കിൽ പിന്നെ അതങ്ങ് ഒഴിപ്പിക്കാൻ നോക്കാത്തത്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിനൊരു ആശങ്കയുണ്ട്, എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിനോട് പറയൂ, ഒന്നും പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അത്രയ്ക്ക് ആരോഗ്യം മോശമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഒന്ന് ആയിപ്പോയാൽ പോലും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. ഇപ്പം എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യം പുറമേ കാണാനില്ലെങ്കിൽ പോലും ആരോഗ്യം പൂർണ്ണമായും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണ്, വിശ്വാസമാണ്, അത് ചെയ്തോളൂ, ആരോഗ്യത്തിൻ്റെ പ്രശ്നം പറഞ്ഞ് ഇനി മാറ്റി വയ്ക്കണ്ടെന്ന് ഡോക്ടറും പറഞ്ഞു വിട്ടു. അതനുസരിച്ച് ഇവർ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, നമുക്ക് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരിക്കാനുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്കിതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം. ശരി, അടുത്ത് നമ്മൾ ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഡേറ്റ് തീരുമാനിക്കുന്നു. ഒരു പെൺപ്രേതത്തിനാണ് പിടിക്കാൻ പോകുന്നത്, അതും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പിടിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഞാനൊരു ശരീരത്തിൽ വരാതിരിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ നോക്കി നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളത് വെച്ചിട്ട് നേരെ അവിടെ കൊണ്ടെത്തിക്കുകയാണ്. പൂജാ സാധനങ്ങളായിട്ട് ഞങ്ങളവിടെ എത്തി. പക്ഷേ ഞങ്ങൾ പൂജ തീരുമാനിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസത്തെ താമസം ഒന്നും ചെല്ലാനായിട്ട്. ഇതിനിടയ്ക്ക് വെച്ച് പിന്നെ അവിടെ സംഭവിച്ചത്, ഈ വീടിനുള്ളിലുള്ളവർക്കും ഈ രൂപത്തിനെ കാണാൻ പറ്റുന്നു, ഈ വീടിനുള്ളുന്ന ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാൻ പറ്റുന്നു, അവർക്കും ഇത് അനുഭവപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, അവിടെ പ്രേതമുണ്ടെന്നും അത് ശക്തമാണെന്നും അതിനെ പിടിക്കാനായിട്ട് നമ്മൾ പാടഞ്ചും പെടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങളവിടെ ചെന്നിറങ്ങിയത്. ചെന്നിറങ്ങി പൂജാതി കർമ്മങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ് നടക്കുന്നത് അവിടെ. അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. ഇത് 2 എപ്പിസോഡായിട്ട് അവതരിപ്പിക്കുക. ഒന്നാകുമ്പോൾ ഒരുപാട് കൂടിപ്പോൾ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നിങ്ങളെ ഇത് കണക്ക് ടെൻഷൻ അടിച്ച് നിർത്തിക്കാനല്ല, യൂട്യൂബിൻ്റെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു 20 or 30 മിനിറ്റിനുള്ളിൽ ഉള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിത് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ഈ വീഡിയോ എടുക്കുന്നതിനൊക്കെ ചില ഉദ്ദേശങ്ങളുണ്ടില്ല എന്നൊന്നും പറയില്ല. നമുക്ക് ഏണിങ്സൊക്കെ ഇതിൽ നിന്ന് കിട്ടണം.
ഇത് ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നതിന് ഒരുപാട് നമുക്ക് സമയം, അതുപോലെ നമ്മുടെ ഒരുപാട് മറ്റ് സാങ്കേതികമായിട്ടുള്ള ഒരുപാട് ചിലവുകൾ, ശമ്പളം, അതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് കണ്ടെത്തണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അത് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ചില നിബന്ധനകൾ നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. 30 മിനിറ്റിന് മുകളിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണത് അതിനകത്ത്. അതുകൊണ്ടാണ് ഞാനിത് 2 എപ്പിസോഡായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ 2 എപ്പിസോഡായിട്ട് കേൾക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു രസവും. ഒന്നിൽ പറഞ്ഞു തീരുമ്പോൾ അതൊന്നും അത്രയ്ക്കൊരു ഇത് വരില്ല. നിങ്ങൾ കുറച്ച് 2 ദിവസം ഒന്ന് കാത്തിരുന്നോളൂ. ഞാൻ പറഞ്ഞ 2 എപ്പിസോഡും ഷൂട്ട് ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ ബാംഗ്ലൂരേക്ക് പോകുന്നത്. ഇത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 2 കൃത്യമായിട്ട് 2ാമത്തെ എപ്പിസോഡും വരും. അപ്പം ഈ പ്രേത അനുഭവങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്ന്, പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കാത്ത, ഇന്ന് ഒരിക്കലും ഒരു സംശയം ഉണ്ടാകാത്ത മറ്റൊരു ഗോസ്റ്റായിരിക്കും അവിടെ നിൽക്കുന്നത്. അത് ചിലപ്പോൾ ശരീരത്തെ വന്നിട്ട് നമ്മൾ ആരെയാണോ നമ്മൾ ഉദ്ദേശിച്ച് വന്നത് അതാണെന്ന് വരെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ടുള്ള ഒരുപാട് പ്രേതങ്ങളുണ്ടാണ്. ഞാൻ തുടക്കം പറഞ്ഞത്, പ്രേതമെന്ന് പറഞ്ഞാൽ അത് പറ്റിപ്പാണത്, അതിന് സംശയമൊന്നുമില്ല. ചിലത് മാത്രം സത്യസന്ധമായ കാര്യങ്ങൾ പറയും, ഒട്ടുമിക്കതും നമ്മളെ പറ്റിച്ച് നമ്മളെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകും. ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുകൊണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ പ്രേതബാധാദോഷങ്ങളോ സർപ്പദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും കണ്ടുപിടിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ അവിടെ വന്ന് ആ ഭൂമിയിൽ വന്ന് നിന്ന് പരിശോധിച്ചാൽ മാത്രമാണ് അത് പൂർണ്ണമായും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തിരുവനന്തപുരത്താണ് നിങ്ങൾ വരുന്നെങ്കിലും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഇതിനകത്ത് വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.